ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 10th ലെവൽ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ഇതിനകത്ത് ഏത് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും ശരിയാണ്. എന്താണ്? നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. രണ്ടും ശരിയാണ്. അപ്പോൾ വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചതാരാണ്? സഹോദരൻ അയ്യപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ മഹാരാഷ്ട്ര. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചതാര്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചതാര്? ആൻസർ CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഗ്ലോറിയസ് റെവല്യൂഷൻ. അപ്പം സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് CR ദാസും മോത്തിലാൽ നെഹ്റുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിലാണ്. അതായത് നിയമലംഘന പ്രസ്ഥാനം പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചതാരാണ്? സഹോദരൻ അയ്യപ്പൻ. ഗ്ലോറിയസ് റെവല്യൂഷൻ, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യമും മേരിയും അധികാരത്തിൽ വന്നു. താഴെ പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നതാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതവും കാത്തു സൂക്ഷിക്കുക. ഗ്ലോറിയസ് റെവല്യൂഷൻ എന്തൊക്കെയാണ്? ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യമും മേരിയും അധികാരത്തിൽ വന്നു. ഇത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്ലോറിയസ് റെവല്യൂഷൻ ആണ്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയ ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളിയാണ് ആൻസർ എന്ന് പറയുന്നത് മാൻഡിൽ. എന്താണ്? പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളിയാണ് മാൻഡിൽ. അപ്പം മാൻഡിലിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നത് എന്താണ്? ഭൂമിയുടെ പാളിയാണ് മാൻഡിൽ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയെ ശരിയായി വിവരിക്കുന്നു? ആൻസർ എന്ന് പറയുന്നത് B ആണ്. ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ പ്രവിശ്യയാണ് ഡെക്കാൻ ട്രാപ്പ്. അപ്പോൾ ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരി എന്ന് ചോദിച്ചാൽ ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ പ്രവിശ്യയാണ് ഡെക്കാൻ ട്രാപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഓസോൺ പാളി ഏത് അന്തരീക്ഷ പാളിയിലാണ് കാണപ്പെടുന്നത്? ആൻസർ സ്ട്രാറ്റോസ്ഫിയർ. കേരളത്തിൽ പ്രധാനമായി കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നതും ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഇൽമനൈറ്റ്. അപ്പോൾ കേരളത്തിൽ പ്രധാനമായി കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ എന്തിൻ്റെ നിർമ്മാണത്തെയാണ്? ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതുവാണ് ഇൽമനൈറ്റ്. അപ്പോൾ ഓസോൺ പാളി ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഡെക്കാൻ ട്രാപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ രൂപപ്പെട്ട ഒരു വലിയ പ്രവിശ്യയാണ് ഡെക്കാൻ ട്രാപ്പ്.
അടുത്ത് ഇൽമനൈറ്റ് കേരളത്തിൽ പ്രധാനമായി കാണപ്പെടുന്നത് വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതുവാണ് ഇൽമനൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചത്. ആൻസർ ഏതാണ്? കർണാടക. അപ്പോൾ സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ആൻസർ 1951. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം 2015. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം. സാമ്പത്തിക വളർച്ച, സാമൂഹികവും സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം. എന്തൊക്കെയാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ആ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. GDP കണക്ക് NSO ആണ്. NSO. അത് ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനം. അപ്പോൾ എന്താണ്? ഡിജിറ്റൽ ഇന്ത്യ ആണ്. ഇന്ത്യ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി ആരാണ്? ആൻസർ ഡോക്ടർ M.S. സ്വാമിനാഥൻ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ആൻസർ സുമൻ ബെറിയാണ്. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ച് 42ാം ഭേദഗതിയിലാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത്. അതേപോലെ തന്നെ അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തത്. അപ്പം 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അതേകൂട്ട് തന്നെ അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്ത്. അഖണ്ഡത എന്ന പദവും സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. താഴെ പറയുന്ന വനിതകളെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് എന്ന് പറയുന്നത് ആരാണ്? ആൻസർ അക്കാമ ചെറിയാനാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ളത് ആരൊക്കെയാണ്? രാജകുമാരി അമർകാവ്, അമ്മുക്കുട്ടി സ്വാമിനാഥൻ, രേണുക റോയി. അപ്പോൾ രേണുക റോയി, അമ്മുക്കുട്ടി സ്വാമിനാഥൻ, രാജകുമാരി അമൃത്കർ ഇത്രയും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നവരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്തെ രൂപപ്പെടുത്തിയതാണ്? ആൻസർ എന്ന് പറയുന്നത് കാനഡയാണ്. അപ്പോൾ കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം എവിടെ നിന്നാണ്? കാനഡയിലാണ്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? രാജകുമാരി അമൃത്കൗർ, അമ്മുക്കുട്ടി സ്വാമിനാഥൻ, രേണുക റായി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ഇവയൊന്നുമല്ല ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്ന സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയമാണ് വനം എന്ന് പറയുന്നത്. വനം ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എത്ര വർഷത്തേക്കാണ്? അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 4 വർഷം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ആൻസർ പോർച്ചുഗൽ. അടുത്ത ക്വസ്റ്റ്യന് എത്രാമത്തെ സെക്രട്ടറി ജനറലാണ്? 9ാമത്തെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് വെച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ 1 മാത്രമാണ്. അതായത് അധ്യക്ഷന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാലഗണന ക്രമത്തിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ A ആണ്. കാലഗണന ക്രമത്തിൽ ഫസ്റ്റ് വരുന്നത് പണ്ടാരപ്പാട്ട വിളംബര, അത് കഴിഞ്ഞ് കൊച്ചിൻ കുടിയായ്മ നിയമം, പിന്നെ മലബാർ കുടിയായ്മ നിയമം, ഏറ്റവും ലാസ്റ്റ് കേരള സ്റ്റേ ഓഫ് എവിഷൻ പ്രൊസീഡിങ്സ് ആക്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് C ആണ് ആൻസർ. അതായത് A വരുന്നത് വകുപ്പ് 2G എന്ന് പറയുന്നത്
മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിനു മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരനാണ്. അടുത്തത് എന്ന് പറയുന്നത് വകുപ്പ് 19 വാർദ്ധക്യകാല ഗ്രഹങ്ങൾ സ്ഥാപിക്കലാണ് വകുപ്പ് 19 എന്ന് പറയുന്നത്. വകുപ്പ് 15 എന്ന് പറഞ്ഞാൽ അപ്പലേറ്റ് ട്രിബ്യൂണൽ രൂപീകരണമാണ്. വകുപ്പ് 21 എന്ന് പറഞ്ഞാൽ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടി നടപടികളാണ്. അപ്പോൾ വകുപ്പ് 2G എന്ന് പറഞ്ഞാൽ മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിനു മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരനാണ്. വകുപ്പ് 19 എന്ന് വെച്ചാൽ വാർദ്ധക്യകാല ഗ്രഹങ്ങൾ സ്ഥാപിക്കലാണ് വകുപ്പ് 19. വകുപ്പ് 15 എന്ന് വെച്ചാൽ അപ്പലേറ്റ് ട്രിബ്യൂണൽ രൂപീകരണമാണ്. വകുപ്പ് 21 മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികളാണ്. അപ്പോൾ 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ ക്ഷേമത്തിൻ്റെ ആയിട്ടുള്ള വകുപ്പുകളെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷാ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. അപ്പോൾ കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5 കേരള സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് പറയുന്നത് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2024 കേരള ബജറ്റിൽ പരാമർശിച്ചുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് എന്ന് ചോദിച്ചാൽ പട്ടികവർഗ വിഭാഗങ്ങളുടെ. അപ്പോൾ എന്താ നമ്മളിവിടെ പഠിച്ചത്? കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5 ആസാദി കാ അമൃത് മഹോത്സവവും ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2024 കേരള ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ. കൃത്യമായ പ്രചരണ കാലഘട്ടമുള്ള കൃത്യമായ പ്രജനനകാലമുട്ട ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ആൻസർ എന്ന് പറയുന്നത് മെലാറ്റോണിൻ ആണ്. ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഇന്തോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവ ജീവകസിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ എ, പാൽ, മുട്ട എന്നിവയിൽ കാണപ്പെടുന്നു.